ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. PV അൻവറിന് BJP ബന്ധം. മമതാ ബാനർജിയെ നേരിൽ കണ്ട് പരാതി അറിയിക്കാൻ സംസ്ഥാന നേതൃത്വം. തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ നിലപാടിന് വിരുദ്ധമായി BJP-യുമായി ബന്ധമുള്ള PV അൻവറിനെതിരെ മമതാ ബാനർജിയെ നേരിൽ കണ്ട് പരാതി നൽകാൻ തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം. തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ CG ഉണ്ണിയുടെ നേതൃത്വത്തിൽ കൊച്ചിയിൽ ചേർന്ന നേതൃയോഗമാണ് മമതാ ബാനർജിയെ കണ്ട് പരാതി നൽകാൻ തീരുമാനിച്ചത്. തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കോർഡിനേഷൻ ചുമതലയുണ്ടായിരിക്കെ പഞ്ചായത്ത് അംഗത്തെ പണം നൽകി കാലുമാറ്റിച്ച് വയനാട് പനമരത്തും നിലമ്പൂർ ചുങ്കത്തറയിലും UDF-ന് ഭരണം പിടിച്ചു നൽകി രാഷ്ട്രീയ വിലപേശൽ നടത്തുകയാണ് അൻവർ എന്ന് ഇവർ ആരോപിച്ചു. മനസ്സിലായി, ഇത് നല്ല രീതിയിൽ പോവില്ല. ഇതൊരു എന്താ പറയുക, ഒരു പ്രൈവറ്റ് കമ്പനി, ഒരു ലിമിറ്റഡ് കമ്പനി പോലെയാണ് ഇതിൻ്റെ പ്രവർത്തനം. അല്ലാണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ഇത് എത്രമാത്രം മുന്നോട്ട് പോകും, ഈ ഒരു വ്യക്തിയെ വെച്ചിട്ട് ഈ തൃണമൂൽ കോൺഗ്രസ്സിന് കേരളത്തിൽ എങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് മുദ്ര കുത്താൻ പറ്റും എന്നുള്ളത് അന്ന് ചിന്തിച്ചിട്ട് ഞാൻ അതിൽ നിന്ന് തിരിച്ചു പോന്നതാണ്. ഇനി ഈ അൻവറിൻ്റെ പിന്നാലെ നമുക്ക് പോകാൻ സാധിക്കില്ല. അൻവറിന് ഇങ്ങനെ ഒരു തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു നേതൃത്വത്തിൽ ഇരിക്കാനുള്ള യോഗ്യതയില്ല. അത് ഒരു രാഷ്ട്രീയം അല്ല പുള്ളിയുടെ കയ്യിലിരിക്കുന്നത്. അദ്ദേഹം എന്തോ ഒരു സീറ്റിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇനി കോൺഗ്രസിനോട് ചാഞ്ഞു നിന്നിട്ട് ഒരു സീറ്റ് അദ്ദേഹത്തിന് മാത്രമായിട്ട് കിട്ടും എന്നുള്ള ഒരു നിലപാടാണ് നമുക്കൊക്കെ നോക്കി കാണാൻ പറ്റുന്നത്. അത് അദ്ദേഹത്തിന് വേണ്ടി മാത്രം ആണ് ഇപ്പോൾ ഈ കോർഡിനേറ്റർ സ്ഥാനം ഏറ്റെടുത്ത് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല, ഇതിനകത്തുനിന്ന് മുസ്ലിം ലീഗിൽ നിന്ന് വന്ന കുറച്ച് ആളുകൾ ഇതിനകത്തുണ്ട്. പിന്നെ അവിടെ പങ്കെടുത്ത ആളുകൾ ഫാമിലി ഉൾപ്പെടെ, അതായത് കയ്യിൽ എടുത്തുകൊണ്ട് വന്ന കുട്ടികൾ ഉൾപ്പെടെയാണ് ആ മീറ്റിങ്ങിൽ പങ്കെടുത്തിരിക്കുന്നത്, ആളെ കാണിക്കാൻ വേണ്ടിയിട്ട്. അത് മഞ്ചേരിയിലുള്ളതും അദ്ദേഹത്തിൻ്റെ ആ ഏരിയയിലുള്ള ആൾക്കാർ മാത്രമാണ് അവിടെ പങ്കെടുത്തിരിക്കുന്നത്. പുറത്തുനിന്നുള്ള വളരെ കൈവിരലിലെണ്ണാവുന്ന മാത്രം ആളുകളാണ് അവിടെ വന്നത്. തൃണമൂൽ കോൺഗ്രസിന് ഭരണപങ്കാളിത്തം നേടാനല്ല, UDF-ന് ഭരണം നേടിക്കൊടുത്ത് മുന്നണിയിൽ കയറാനുള്ള തന്ത്രമാണ് അൻവർ പയറ്റുന്നതെന്നും ഇവർ പറയുന്നു. UDF പ്രതീക്ഷ ഭംഗിയാൽ BJP-യുടെ NDA സഖ്യത്തിനൊപ്പം പോകാനും അൻവർ ശ്രമം തുടങ്ങിയിട്ടുണ്ടെന്നും ഇവർ ആരോപിച്ചു. ഇതിന്റെ ഭാഗമായാണ് NDA സഖ്യകക്ഷിയായ ഡെമോക്രാറ്റിക് കേരള കോൺഗ്രസ് ചെയർമാനായ സജി മഞ്ഞക്കടമ്പിൽ തൃണമൂൽ കോൺഗ്രസിലെത്തിയത്. BJP-യെയോ NDA നേതൃത്വത്തെയോ തള്ളിപ്പറയാതെയാണ് സജിയുടെ തൃണമൂൽ പ്രവേശനമെന്നും ഇവർ പറഞ്ഞു. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനെ PV അൻവർ ബ്രോ എന്നാണ് അഭിസംബോധന ചെയ്യാറെന്നും ഇവർ ആരോപിച്ചു. വരുമാനത്തിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനത്തിൽ അൻവറിനെതിരെയുള്ള ആദായനീതി വകുപ്പ് അന്വേഷണവും മംഗലാപുരത്തെ ക്രഷർ തട്ടിപ്പ് കേസിലെ കള്ളപ്പണ ഇടപാടിലെ ED അന്വേഷണവും അട്ടിമറിച്ചത് സുരേന്ദ്രന്റെ ഇടപെടലാണെന്നും ഭാരവാഹികൾ ആരോപിച്ചു. വാർത്താ സമ്മേളനത്തിൽ തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് CG ഉണ്ണി, വൈസ് പ്രസിഡന്റുമാരായ ലിസി എലിസബത്ത്, ഹംസ നെട്ടുകുഴി, സംസ്ഥാന സെക്രട്ടറിമാരായ MK അലി, CM രാജേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കാൻ താല്പര്യപ്പെട്ടുകൊണ്ട് ഒരു അപേക്ഷ സമർപ്പിച്ചത്. അതുപ്രകാരം ദേശീയ ജനറൽ സെക്രട്ടറി, സംഘടനാ ചുമതലയുള്ള അഭിഷേക് ബാനർജി കൊൽക്കത്ത തൃണമൂൽ ഭവനിൽ വെച്ച് അദ്ദേഹവുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ 20ഓളം ലോക്കൽ ബോഡികൾ പിടിച്ചെടുക്കാൻ തൃണമൂൽ കോൺഗ്രസിനെ കൊണ്ട് കേരളത്തിൽ കഴിയുമെന്നും തൃണമൂൽ കോൺഗ്രസിന് 200ഓളം സീറ്റുകൾ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ നേടിയെടുക്കാൻ കഴിയുമെന്നും അതിനാവശ്യമായൊരു പദ്ധതി രേഖയും തയ്യാറാക്കിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എന്ന് ദേശീയ നേതാക്കളെ ധരിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ തൃണമൂൽ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്യുകയും കേരളത്തിൽ അദ്ദേഹം വെച്ച പ്രോജക്റ്റ് നടപ്പാക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ അതിൻ്റെ കോർഡിനേറ്ററായിട്ട് ചുമതലപ്പെടുത്തി. അദ്ദേഹം തിരിച്ചു വന്ന് തൃണമൂൽ കോൺഗ്രസിൻ്റെ അംഗത്വം വാങ്ങിയതുകൊണ്ട് അദ്ദേഹത്തിന് അംഗത്വം നഷ്ടപ്പെടുമെന്നും നിയമസഭ കൂറുമാറ്റ നിരോധന നിയമത്തിൽപ്പെട്ട് ഇനി മത്സരിക്കാൻ സാഹചര്യം നഷ്ടപ്പെടുമെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കുകയുണ്ടായി. ന്യൂസ് ബ്യൂറോ, കൊച്ചി.